ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നവമി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ മുളകിടിച്ച് വറുത്തതാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇത് എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നിൽ തന്നെയും കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1-2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതിട്ട് വറുത്തെടുക്കണം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ വറുത്തെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ വേവിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് ഉടയണ പരുവത്തിലായി നിൽക്കുകയാണ്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തത്, ഇതൊരു 100 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ. അത് ഇതിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 1 കുടം വെളുത്തുള്ളി ഇതുപോലെ ചെറുനീളത്തിൽ തന്നെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇടിച്ചു വച്ചിരിക്കുന്ന മുളകാണ്, വറ്റൽമുളക്. അത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ നല്ല പോലെ മൂപ്പിച്ചെടുക്കാം. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ഈ ഉള്ളി മുളകിൻ്റെ മിക്സ് എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മുളകിടിച്ച് വറുത്തത് തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലധികം മസാലയോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ കൂടെയും വളരെ രുചികരമായ വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇതിന് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടണും മറക്കാതെ പ്രസ് ചെയ്യുക. ഇനി വേറൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ.